നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് കുശിനഗറിലെ മദനി മസ്ജിദ് പൊളിക്കാൻ ആരംഭിച്ചു യുപി സർക്കാർ. ഹദ മുനിസിപ്പൽ ഏരിയയിൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥലത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 26 വർഷം പഴക്കമുള്ള മദനി പള്ളിയുടെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി. കോടതി പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവ് കാലഹരണപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി 9 രാവിലെ 10 മണിക്കാണ് പൊളിക്കൽ ആരംഭിച്ചത്. 1999 ഹദ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് നിർമ്മിച്ച ഈ പള്ളിക്ക് ആദ്യം 2 നില കെട്ടിടമായി അനുമതി നൽകിയിരുന്നു. എന്നിരുന്നാലും പിന്നീട് അനുമതിയില്ലാതെ അധിക നിലകളും ഒരു ബേസ്മെന്റും നിർമ്മിച്ചു. അതേ വർഷം തന്നെ ഹിന്ദു നേതാവ് റാം ബച്ചൻ സിംഗ് അനധികൃത വികസനത്തിനെതിരെ എതിർപ്പുന്നയിച്ചു. പക്ഷേ ഉടനടി നടപടിയൊന്നും സ്വീകരിച്ചില്ല. 2023 ഡിസംബർ 18 വിഷയം വീണ്ടും ഉയർന്നു വന്നതോടെ ഘടനയുടെ നിയമസാധുതയെക്കുറിച്ച് അന്വേഷണം അധികാരികൾ ആരംഭിച്ചു. അതിനുശേഷം 3 തവണ നോട്ടീസ് നൽകി. പക്ഷേ മസ്ജിദ് അധികൃതർ ഇതിന് തൃപ്തികരമായ മറുപടി നൽകിയില്ല. അന്വേഷണത്തെ തുടർന്ന് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ 2023 ഡിസംബർ 23 പ്രസക്തമായ രേഖകൾ ആവശ്യപ്പെട്ട് പള്ളിയുടെ മാനേജ്മെന്റിന് 3 നോട്ടീസുകൾ നൽകി. ആവശ്യമായ രേഖകൾ നൽകുന്നതിൽ നിന്ന് മാനേജ്മെന്റ് പരാജയപ്പെട്ടതിനെ തുടർന്ന് കെട്ടിടം അനധികൃതമാണെന്ന് പ്രഖ്യാപിക്കുകയും പൊളിച്ചുമാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു. പള്ളിയുടെ പ്രതിനിധികൾ ഹൈക്കോടതിയിൽ തീരുമാനത്തെ ചോദ്യം ചെയ്തു. മദനി മസ്ജിദ് കമ്മിറ്റിയുടെ മുഖ്യ സംഘാടകനായ ഹാജി ഹമീദ് പള്ളി നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്ന വാദം നിഷേധിച്ചു. പള്ളി നിയമപരമായ ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭരണകൂടം ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. പള്ളി പൊളിക്കലിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 8 അത് അവസാനിച്ചിരുന്നു. എന്നാൽ സ്റ്റേ ഉത്തരവ് കഴിഞ്ഞ ഉടനെ കനത്ത പോലീസ് സേനയുടെ സാന്നിധ്യത്തിൽ ബുൾഡോസർ നടപടി ആരംഭിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സമയത്ത് സുരക്ഷ നിലനിർത്തുന്നതിനായി 6 ബുൾഡോസറുകൾ വിന്യസിക്കുകയും വിപുലമായ നിയമനിർവഹണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. 10 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പ്രൊവിൻഷ്യൽ ആൻഡ് കോൺസ്റ്റാബിലറിയുടെ PAC ഒരു ബറ്റാലിയനും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. അശാന്തി ഒഴിവാക്കാൻ പള്ളിക്ക് ചുറ്റുമുള്ള 500 മീറ്റർ ചുറ്റളവ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്തു. പൊളിക്കലിനോടുള്ള പ്രതികരണങ്ങൾ സമ്മിശ്രമാണ്. ചില നാട്ടുകാർ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോണിംഗ് നിയന്ത്രണങ്ങളും സ്വത്ത് നിയമങ്ങളും പാലിക്കുന്നുവെന്ന് വാദിക്കുന്നു. എന്നിരുന്നാലും മറ്റുള്ളവർ സാഹചര്യം അങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും അത്തരം കാര്യങ്ങളിൽ സംഭാഷണത്തിന്റെയും നിയമ നടപടി ക്രമങ്ങളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.